ഹലോ ഗായ്സ്, നമ്മൾ ഡീസലടിച്ച് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫ്രാൻസ് കയറി പാരീസ് റൂട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പകൽ ട്രാഫിക് ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് വെളുപ്പിന് വണ്ടി എടുത്തത്. ഞാൻ ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 3 മണി തൊട്ട് ഞാൻ ഓടിക്കുന്ന ആ ഒരു സമയത്തോട്ട് റോഡിൽ പകൽ എത്ര ട്രാഫിക് ഉണ്ടോ അതേ ലെവലിൽ അങ്ങനെ തന്നെ ട്രാഫിക്. കാറുകൾ ഇഷ്ടം പോലെ കാറുകൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. ഇവരെല്ലാം എങ്ങോട്ടായി പോകുന്നതെന്ന് ഞാനിങ്ങനെ ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ. എൻ്റെ ഒരു അറിവിൽ ഈ യൂറോപ്പിൽ സാറ്റർഡേ സൺഡേ ഭൂരിഭാഗം ഓഫീസുകളും ഹോളിഡേ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു കൾച്ചറിൽ ഇവരിങ്ങനെ പിക്നിക്ക് പോകും. അപ്പോൾ ആ പിക്നിക്കിന് പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവർ ഈ വെളുപ്പാങ്കാലത്ത്, അതും ഞാൻ പറഞ്ഞില്ല, ഈ 2:30-3 മണി തൊട്ട് ഞാൻ നോക്കുമ്പോൾ റോഡിൽ വണ്ടികളുടെ പൂരമാണ്. ഞാൻ ഒന്ന് ട്രാഫിക്കൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ് രാവിലെ. പക്ഷേ എന്താ പറയുക, ഫുൾ ട്രാഫിക്ക്. ചില സ്ഥലങ്ങളിൽ വണ്ടികൾ കുറച്ചൊക്കെ ബ്ലോക്കായി നിന്നൊക്കെയാണ് വരുന്നത്. അത്രയും ട്രാഫിക്ക് നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞാനിങ്ങനെ വണ്ടറടിക്കുകയാണ്, ഇവരൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ വെളുപ്പകാലത്ത് കാറും എടുത്ത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇവരിങ്ങനെ എല്ലാവരും പിക്നിക്ക് ഫാമിലിയായിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്പോട്ടിൽ പോയി ക്യാമ്പൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യും. പലര വണ്ടികളിലും കനോപ്പികളുണ്ട്, പിന്നെ ക്യാമ്പേഴ്സ് ടോ ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാമ്പിങ് അങ്ങനെയുള്ളത് ആയിട്ട് പോകുന്നവരുണ്ട്. പിന്നെ അല്ലാതെ നോർമലി പോകുന്നവരുണ്ട്. പിന്നെ മിക്ക വണ്ടികളുടെ പിറകിൽ നോക്കുമ്പം സൈക്കിളൊക്കെ സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രോബബ്ലി അതായിരിക്കണം. എന്തായാലും പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാവുന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എത്ര നമ്മൾ നൈറ്റ് ഒരു വെളുക്കോളം വണ്ടി ഓടിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഉറക്കം വരാറില്ലേ. പക്ഷെ ഇവിടെ എനിക്ക് പിടിച്ച് നിൽക്കാനേ പറ്റുന്നില്ല, പെട്ടെന്ന് ഉറക്കം വരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ ക്രൂസ് ഇട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ ടൈം ക്രൂസിലായിരിക്കും. അപ്പം ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് പോകുന്ന നേരം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഒരു 80-85 സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇതിലങ്ങ് പോകും. സ്റ്റിയറിങ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക, ലൈൻ ചേഞ്ച് ചെയ്യേണ്ടപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുക, ട്രാക്ക് റൂട്ട് അനുസരിച്ച് പോവുക അല്ലാതെ വേറൊരു ഇതുമില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഡീസൽ അടിച്ച് സേഫായിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഞാൻ പമ്പിൽ പോയപ്പം വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഐസൊലേറ്റഡാണ്. സോ പെട്ടെന്ന് തന്നെ ഡീസൽ അടിച്ചു. 300 ലിറ്ററേ ആകെ അടിച്ചുള്ളൂ. 300 ലിറ്റർ അടിച്ചു, വണ്ടി എടുത്തു. ഓക്കെ, ബാക്കി അപ്ഡേറ്റ്സ് വീണ്ടും കാണാം. ബൈ.